ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കാടക്കോയിൻ്റെ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഏകദേശം കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് 2 കാടക്കോയി ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം കഴുകി വൃത്തിയതിന് ശേഷം ഒന്ന് അതിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം കട്ട തൈര് ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ചില്ലി ഫ്ലേക്സും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഒരു ഫ്രൈ മസാല ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ മാത്രമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ കോൺഫ്ലവർ മിക്സ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ലെമൺ ജ്യൂസിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ചിക്കനിൽ നമ്മൾ കാടക്കോയിൽ നല്ലോണം ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഏകദേശം 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വേണം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ടൈം നല്ലോണം ഉപ്പും മുളകും എല്ലാം നമ്മുടെ ഈ കോയിൽ പിടിച്ചെടുക്കുമല്ലോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവല്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. നല്ലോണം ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഷാലോ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിയും എല്ലാവരും ഇത് ഡീപ്പായിട്ട് തന്നെയല്ലേ ഫ്രൈ ചെയ്യില്ലേ. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലൊരു കാടക്കോയിൻ്റെ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കാടക്കോയി ഫ്രൈൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതിന് ഓക്കെ, ബൈ ബൈ.